ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ കഴിഞ്ഞാണ് കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞ് ബസ് വന്നേ. വീട്ടിൽ നിന്ന് ബസ്സിലേക്ക് വീട്ടിൻ്റെ അടുത്ത് നിന്ന് ബസ് കയറി. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിലിങ്ങനെ പോയി കേട്ടോ. അപ്പോൾ തളിപ്പറമ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അല്ല ഇപ്പോൾ രാത്രി ഇറങ്ങിയിട്ട് പിന്നെ ആദ്യം തളിപ്പറമ്പ് ബസ്സിന് പോകണം. അങ്ങനെ ഇതാ ഞാൻ പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഏച്ചീൻ്റെ അടുക്ക് എത്തി. ഏച്ചീൻ്റെ അടുക്ക് എത്തിയിട്ട് നെയ്ച്ചോറിന് ചായ എല്ലാം കുടിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് പോയാൽ മതി എന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു ഗ്ലാസ് ചായയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇവിടെ ഏച്ചീൻ്റെ വീടും ഇതിൻ്റെ അപ്പുറം തന്നെയാണ് ഏട്ടൻ്റെ വീടും കേട്ടോ. ആ കാണുന്നത് തന്നെ ഏട്ടൻ്റെ വീടും. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് ചായയെല്ലാം കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് വിശലം പറഞ്ഞ പിന്നെ ഞാനങ്ങ് താഴേക്ക് എൻ്റെ തറവാട്ടിലേക്ക് പോയി. തറവാട്ടിലെന്ന് വെച്ചാൽ ഇത് നമ്മൾ പണ്ടേലെ ഇടവഴിയാണ് കേട്ടോ. ഈ ഇടവഴിക്കേ കൂടിയാണ് ഇതിൻ്റെ അടുത്ത് വീടെല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ടെത്തിയ വീടെല്ലാം കുറവാണ്. ഇടവഴി കാണുന്നില്ലേ, കുണ്ട് പോലത്തെ അങ്ങനെ ഇടയാണ്, പണ്ടത്തെ ഇടയാണ്. മെയിൻ റോഡുമേലേ വരുന്നതുകൊണ്ട് ആരും ഈ വഴി ആരും വലിയ മൈൻഡ് ആക്കുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം എളുപ്പ വഴിക്ക് ഇതിലേ കൂടെ വരും. കാണുന്നില്ലേ, പണ്ടത്തെ കുണ്ടൻ ഇടയാന്ന് നോക്കട്ടെ. നമ്മളുടെ ഒരാൾ പിന്നെ അങ്ങനെ ഒരാൾ വന്നാൽ നമുക്കൊരു സൈഡ് കൊടുക്കാൻ തന്നെ ഒരാവാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ ഇടയാണ്. മഴയെല്ലാം വന്നാൽ പിന്നെ കുത്തി ഒലിച്ച് ഇങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ആ മഴക്ക് തന്നെ ഇങ്ങനെ വന്നിട്ട് ഈ കുണ്ടിലേക്ക് ഇങ്ങനെ ചപ്പ് ഇതായിട്ട് ഈ കാലെടുത്ത് വെക്കും, ചിലപ്പോൾ താണു പോകുന്നു അങ്ങനെ. പിന്നെ അങ്ങ് ഇതാ ഇതിൻ്റെ അങ്ങ് താഴിലിട്ടൊക്കെ താഴിലായിട്ടാണ് 2 വീടുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ നടന്ന് നമ്മുടെ ഇടവഴി ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടാ. അവിടെ മെയിൻ റോഡുമ്മലേക്ക് കയറാൻ പോകുന്നു. നമ്മൾ റോഡ് താർട്ട റോഡുമ്മലേക്ക് കീയാൻ പോകുന്നു. കാണുന്നില്ല എന്തൊരിടയാന്ന് അറിയാം. ഒരു പാമ്പിനെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ല എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. എന്തൊരിടയാന്ന്. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ ഒറ്റ വീട് ഇങ്ങനെ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ വീടുകളുണ്ട്. ചുമ പിടിച്ചിട്ട് കുറേ ദിവസമായി. അങ്ങനെ കുറേ ദിവസമായി വീട്ടിൽ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്, അമ്മേനെല്ലാം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നോക്കറ എന്തെന്നാ കാലെടുത്ത് വെക്കുമ്പോൾ ഇങ്ങോട്ട് കാല് ചെരിഞ്ഞ് പോയാൽ പോയി, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ റോഡുമ്മലേക്ക് എത്തി. നമ്മൾ ഇങ്ങനെ റോഡിലുണ്ടാകുന്ന ആരും ഇങ്ങനത്തെ വഴിയിലേ അധികം പോകാത്ത. പിന്നെ എളുപ്പത്തിൽ വേഗം എത്തേണ്ടവർ വേഗം ഇതിലേ കൂടെ പോകും. പിന്നെ എല്ലാവർക്കും ഇപ്പം വണ്ടിയും കാര്യമെല്ലാം ആകുമ്പം പിന്നെ എല്ലാവരും മെയിൻ റോഡുമ്മലല്ലേ പോകലും. അങ്ങനെ ഇതാ നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്കുള്ള റോഡുമ്മലേക്ക് എത്തി. അപ്പോൾ ഇതാ ഇടുന്ന ഇതാ താഴോട് തന്നെയാണ് വീട്. അങ്ങനെ ഞാൻ വരുന്നതെന്നൊന്നും വീട്ടിലേക്ക് വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തളിപ്പറമ്പിൽ എത്തിയാലാണ് അമ്മേനെ വിളിച്ചിന്. ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുഞ്ഞു മക്കളിങ്ങനെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട്. അതാണ് എൻ്റെ വീട് കേട്ടോ. ഇതാണ് എൻ്റെ തറവാട്. അതിൻ്റെ തൊട്ടപ്പുറം ഒരു ഏച്ചീൻ്റെ വീട്. കനാലാണ് കേട്ടോ. കനാലും മുകളിൽ കൂടെ പോകുന്ന കനാലാണ്. അങ്ങനെ ഇതാണ് വീട്. ജാതീൻ്റെ ചപ്പ് വീണിട്ടാണെന്നുണ്ടോ കുറേ, എത്രയാ ജാതി ചപ്പ് എന്നറിയാം. ഇപ്പം നമ്മുടെ ഇല എല്ലാം ഇങ്ങനെ ഉണങ്ങിയിട്ട് വീഴുന്ന സമയമല്ലേ. അത് ഏച്ചീൻ്റെ വീടാണേ. ഏച്ചീൻ്റെ വീടാണത്. അങ്ങനെ ഞാനിതാ വീട്ടിലെത്തി. കുറച്ച് സമയം അപ്പം പിന്നെ വീട്ടിലെത്തി എല്ലാം ആകുമ്പോഴത്തേക്ക് ഏച്ചിയൊന്നും ഇല്ല കേട്ടോ. ഏച്ചിയെല്ലാം അവരെ മോളെടുക്കെ പോയി. അവർ വേഗം വരും എന്ന് പറഞ്ഞിനി. മോളെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വേഗം വരും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലെത്തി. അതെൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് സമയം ആടെ ഇങ്ങനെ വിഷയം പറഞ്ഞെല്ലാം നിന്ന്. പിന്നെ അമ്മ പറഞ്ഞു ചായ വെക്കണം. ഞാൻ പറഞ്ഞു ചായ ഒന്നും വെക്കണ്ട, ഉച്ചയായിന് ചായ ഒന്നും വെക്കണ്ടെന്ന് പറയുന്നു അമ്മയോട്. ഇതാണ് എൻ്റെ വീട്. പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോസെല്ലാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തിയ പിന്നെ നമുക്ക് എന്താ പറയണ്ടത്, ഒരു അങ്ങനെയല്ല അല്ലേ. നമ്മളെ വീട്ടിലെത്തിയാൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യമല്ലേ. അമ്മ അപ്പോഴത്തേക്ക് പച്ചച്ചീര വാങ്ങിയിട്ട് അത് മുറിച്ചിടുന്നുണ്ടായിനെ. അപ്പോൾ ചീര ഉപ്പേരിയാക്കുക. പിന്നെ എന്നാന്ന് മീൻ കറി വെച്ചിട്ടുണ്ടെന്നെല്ലാം അമ്മ പറയുന്നുണ്ടായിനി. അപ്പോൾ എനിക്ക് പച്ചച്ചീര ഭയങ്കര ചുവന്ന ചീരേനേയും കാട്ടി എനിക്ക് പച്ചച്ചീര ഇഷ്ടം കേട്ടോ. നല്ല പണ്ടത്തെ ഒരു ഇതില്ല, കുപ്പച്ചീര എന്നങ്ങനത്തെ മറ്റൊരു തരം ചീരയുണ്ട്. അത് നല്ല ഇതാണ്. അങ്ങനെയില്ല, ചീര ഉപ്പേരിയെല്ലാം പിന്നെ നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് തന്നു. അപ്പോൾ ചെറിയ മത്തിയാണേ, മത്തി മുളകിട്ട് വെച്ചതും ചീര ഉപ്പേരിയും പിന്നെ ബീട്രൂട്ട് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല അത്രയല്ലേ കറി വേണ്ടു അല്ലേ. എല്ലാം അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ചോറിനായിരുന്നു. ഉച്ചക്കത്തെ ചോറ് ആടെ നിന്ന് ഉണ്ണുമായിരുന്നു. നല്ല ചീര ഉപ്പേരി ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ചീരയും മീനും എല്ലാം വെച്ചിട്ടുണ്ടായിനി. അതെല്ലാം കൂട്ടിയിട്ട്
നമ്മൾ ചോറിന് ബീട്രൂട്ട് അച്ചാറും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ നല്ല കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിനിട്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മളെല്ലാം ഓരോരോടെ ഫോട്ടോയും ഇങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ വെച്ചതാണ്. അപ്പോഴത്തേക്ക് ചേച്ചിയും എല്ലാം വന്നു. ചേച്ചീൻ്റെ മൂത്തോളെ കുഞ്ഞിയെല്ലാം ഉണ്ടായി. അത് ഓളെ എടുത്ത് ഫോട്ടോ എടുത്ത് പിന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് മടങ്ങിന് കേട്ടോ.